ഹായ്, ഹലോ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും RIS ബോധി ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. പ്രിയ ഉദ്യോഗാർത്ഥികളെ, എല്ലാവരും ചെറുതായെങ്കിലും കുറച്ച് പേരെങ്കിലും നന്നായിട്ട് ആശങ്കയിലാണെന്ന് എനിക്കറിയാം. കാരണം ഡിഗ്രി ലെവലിൻ്റെ വിവിധ സ്റ്റേജുകളിലായി നടത്തിയ പരീക്ഷകളുടെ കോമൺ GK ടോപ്പിക്ക് കണ്ട് അന്താളിച്ചിരിക്കുകയാണ് പലരും, അല്ലേ? എന്താണ് PSC ഇങ്ങനെയാണോ PSC ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? അല്ലെങ്കിൽ സിലബസിൽ നിന്ന് തന്നെയുള്ള ചോദ്യങ്ങളാണോ? ഞങ്ങൾ ഈ ചോദ്യങ്ങളൊന്നും മുൻപ് കണ്ടിട്ടില്ലല്ലോ, ഞങ്ങളത് ഒരു റാങ്ക് ഫെയിലും പഠിച്ചതല്ലല്ലോ എന്നൊക്കെ ഉള്ള ആശങ്കകളാണ്, അല്ലേ? പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഓഫ്ലൈൻ ക്ലാസ്സിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോടും ഓൺലൈൻ ക്ലാസ്സിൽ ശ്രവിക്കുന്നവരോടൊക്കെ തന്നെ പണ്ടും ഞാൻ പറയാറുണ്ട് നിങ്ങളോട്, അല്ലേ? നമ്മുടെ ലാലേട്ടൻ പറയുന്നത് പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറഞ്ഞതുപോലെ കാണാതെ പഠനത്തിൻ്റെ കാലം PSCയിൽ കഴിഞ്ഞു പോയിട്ട് എത്രയോ വർഷങ്ങളായി. ഇപ്പോഴും പരമ്പരാഗതമായ രീതിയിൽ പഠനം തുടരുന്നവരും പരമ്പരാഗതമായ കാണാതെ പഠനത്തിൻ്റെ ലോകത്തു നിന്ന് മോചിതരാകാത്തതുമായിട്ടുള്ള വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു ചോദ്യ മാതൃക, ഈ ഒരു മാറ്റം വെല്ലുവിളി ആകുന്നത്. എന്താണ് ഈ വെല്ലുവിളി? എന്താണ് ഈ പ്രശ്നം? നമുക്കറിയാം, സിവിൽ സർവീസ് നിലവാരത്തിലേക്ക് കേരള PSCയുടെ ചോദ്യങ്ങൾ മാറുന്നുവെന്ന് പല മേഖലയിലെയും വിദഗ്ധർ പറഞ്ഞിട്ട് വർഷങ്ങളായി. കൃത്യമായി പറഞ്ഞാൽ 2019 ഒന്ന് തെളിഞ്ഞു വന്ന ഈ മാറ്റം 2021 മുതലുള്ള പ്രധാനപ്പെട്ട പ്രിലിമിനറി മെയിൻ പരീക്ഷകളിൽ നിഴലിക്കുകയും അപ്പോഴും പക്ഷേ ഒരു 80% ചോദ്യങ്ങൾ പഴയ രീതിയിൽ തന്നെ പരമ്പരാഗത രീതിയിൽ തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു. ഈ മാറ്റം പതിയെ സമഗ്രമായ UPSC മോഡലിലേക്ക് മാറും എന്ന് അന്നേ വിദഗ്ധ അഭിപ്രായം ഉണ്ടായിരുന്നു. കേരള PSC ഇത്തരത്തിലൊരു മാറ്റം വരുത്തിയപ്പോൾ പൂർണ്ണമായിട്ടും PSCയുടെ ഈ മാറ്റം കുറ്റമറ്റതാണെന്നുള്ള അഭിപ്രായം വ്യക്തിപരമായി എനിക്കുമില്ല. എന്നാൽ ഇതിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്ന് താനും. ഇപ്പോൾ നമ്മൾ ചില ടോപ്പിക്കുകൾ കാണാതെ പഠിക്കുകയാണ്. ഇപ്പോൾ 1857 വിപ്ലവം, മീററ്റ്, മംഗൽ പാണ്ഡെ, ഝാൻസി റാണി, ഗോളിയോർ, ഇങ്ങനെ പാട്ട് പാടി പഠിക്കുന്നു. ചില ആളുകൾ ഇപ്പോഴും മാർത്താണ്ഡവർമ്മയുടെ കാലത്തുള്ള റാങ്ക് ഫെയിലിലെ കോഡുകൾ കാണാതെ പഠിക്കുന്നവരുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കോഡ് പഠനം എന്താണ്? ഇതൊക്കെ മാറിയിട്ട് നാള് കുറേയായി. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഇനിയെങ്കിലും നിങ്ങൾ ഈ ചോദ്യത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കണം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ചിലപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട റാങ്ക് ഫെയിലുകളെയും നമ്മുടെ അധ്യാപകരെ പോലും തിരുത്തേണ്ടതായിട്ട് വരും. കാരണം ഒരു റാങ്ക് ഫെയിൽ മുഴുവൻ പഠിച്ചു തീർത്താലും അതിൽ നിന്ന് 1 മാർക്കിന് പോലും ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല എന്നത് എങ്ങനെ നാം ഉൾക്കൊള്ളും? ഇതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അപ്പോൾ പ്രശ്നങ്ങൾ എന്താണെങ്കിലും ഇങ്ങനെ ചില ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നു. എന്താണ് ഇതിന് പരിഹാരം? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി PSCയിൽ നമ്മുടെ ഭാവി എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, കുറ്റം നിങ്ങളുടേതല്ല. എന്തുകൊണ്ടെന്നാൽ പരമ്പരാഗതമായ രീതിയിലേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് അക്വേറിയത്തിൽ കിടക്കുന്ന ഒരു മത്സ്യത്തെ വളരെ പെട്ടെന്ന് കടൽ വെള്ളത്തിലേക്ക് എടുത്തിടുമ്പോൾ ആ വെള്ളവുമായി ഒന്ന് സഹകരിക്കാനും ഒന്ന് പരിചയപ്പെടാനുമുള്ള സ്വാഭാവികമായ കാലതാമസം, ഒരു അങ്കലാപ്പ്, അതാണ് ശരിക്കും നമ്മൾ അനുഭവപ്പെടുന്നത്, അല്ലേ? വർഷങ്ങളായി പരമ്പരാഗത രീതിയിൽ പഠിച്ചു വരികയും സ്കൂൾ കാലഘട്ടം മുതൽ സ്കൂളുകളിലും ട്യൂഷൻ സെൻ്ററുകളിലും നമ്മൾ താളത്തിൽ ഈണത്തിൽ ഏറ്റുപാടി പഠിച്ച് നോട്ടെഴുതി ശീലിക്കുന്ന രീതി, ആ രീതിക്ക് ഉപയുക്തമാകുന്ന രൂപത്തിൽ PSCയുടെ ചോദ്യമാതൃകകൾ വരുന്നു. ഏതെങ്കിലും ഒരു റാങ്ക് ഫെയിൽ പൂർണ്ണമായിട്ട് കാണാൻ പഠിക്കുന്ന ഉദ്യോഗാർത്ഥി ഏതെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് കാണാതെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥി മിക്ക പരീക്ഷകളിലും ഇടം നേടുന്നു. ഇതായിരുന്നല്ലോ നമ്മുടെ അനുഭവം, അല്ലേ? ഈ അനുഭവം മാറി വരികയാണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്ത ചില PSC മത്സര പരീക്ഷാ മേഖലകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങളാണത് മനസ്സിലാക്കേണ്ടത്. ഈ മേഖലയിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരേണ്ടതും സ്വയം വിജയത്തിലേക്ക് എത്തേണ്ടതും നമ്മൾ തന്നെയാണ്. അപ്പോൾ പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമുക്കിനി ഓരോ മേഖലയിലെയും പ്രധാനപ്പെട്ട മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്, അല്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങളെന്നൊന്ന് വിലയിരുത്താം. ആദ്യമായി ഈ PSC വരുത്തിയ മാറ്റത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗുരുതരമായ പ്രശ്നങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്നാമത്, കേരള PSC ചോദ്യങ്ങൾ എത്രയോ ഡിഫിക്കൽട്ട് ആക്കിക്കോട്ടെ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മോഡൽ ആക്കിക്കോട്ടെ, സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ ആക്കിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ PSC സിലബസിൽ പറയുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അത് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രിലിമിനറിയുടേതായി ഈ കഴിഞ്ഞ
ഡിഗ്രി പ്രിലിമിനറിയുടെ 1ാം സ്റ്റേജിൽ സിലബസിൽ 5 മാർക്കിന് പ്രതിപാദിക്കുന്ന ഭരണഘടന എന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം പോലും ഉണ്ടായില്ല എന്നത് നമുക്ക് നോക്കാം. ഇനി വേണമെങ്കിൽ PSCക്ക് ന്യായീകരിക്കാം, മിൻറ്റോ മോർലി റിഫോം ചോദിച്ചില്ലേ, അത് ഭരണഘടനയല്ലേ? അല്ല, അത് കേരള ചരിത്രത്തിൻ്റെ ഇന്ത്യ ചരിത്രത്തിൻ്റെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. കാരണം സിലബസിൽ വ്യക്തമായിട്ട് പറയുന്ന ടോപ്പിക്കുകളിൽ എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ പിന്നെ ഡയറക്ടറി പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അമെൻമെൻ്റ് ഒക്കെയാണ് സിലബസിൽ പറയുന്നത്. അതൊന്നും ചോദിച്ചില്ലല്ലോ പരീക്ഷയ്ക്ക്. ചോദിച്ചോ? ഇല്ല. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ പല മേഖലകളും മിക്സിംഗ് ആയിട്ട്. സിവിക്സിൻ്റെ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും 1ാം ഘട്ട പരീക്ഷയ്ക്ക്. പണ്ടാരപ്പാട്ട വിളംബരം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നായിരുന്നു ആ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ ശരി ഉത്തരം ഭൂപരിഷ്കരണം. ഭൂപരിഷ്കരണം ഒബിയസ്ലി സിവിക്സ് ആണ്. പണ്ടാരപ്പാട്ട് വിളംബരം കേരള ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇങ്ങനെയുള്ള കുറേ മേഖലകളുണ്ട്. ഇത് 1ാമത്തെ പ്രശ്നം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലുള്ള പോരായ്മ. ചില വിഷയങ്ങളെ പൂർണ്ണമായിട്ടും തഴയുന്നു, ചില വിഷയങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നു, ചില വിഷയങ്ങൾ വളരെ ഈസി ട്രഡീഷണൽ മെത്തേഡ്സിൽ തന്നെ ചോദിക്കുന്നു, ചില വിഷയങ്ങൾ ഏറ്റവും പുതിയ സിവിൽ സർവീസ് കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ മോഡലിൽ ചോദിക്കുന്നു. ഈ ഒരു എന്താ പറയുക, ബാലൻസിങ് അല്ലാത്ത ഈ ഒരു പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു മാതൃക ഒട്ടും ഗുണകരമാകുന്നില്ല, ഉദ്യോഗാർത്ഥികൾ ഗുണമാകുന്നില്ല, അത് ജസ്റ്റിസബിളും ആകുന്നില്ല. ഇനി 2ാമത്തെ ഒരു വലിയ പോരായ്മയായിട്ട് കാണുന്നത് ഈ PSCയുടെ വ്യാജ തർജ്ജിമകളാണ്. ഒരു ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തെ എങ്ങനെയാണ് കൃത്യമായി മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കേരള PSC ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനെ ആശ്രയിച്ചുകൊണ്ടുള്ള ചോദ്യ മാതൃക. ഇത് കാണുന്ന ഉദ്യോഗാർത്ഥിക്ക് ആൾറെഡി ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് മോഡലാണ്, ചോദ്യം ഡിഫിക്കൽട്ടാണ്. ഈ വ്യാജ തർജ്ജിമ കൂടിയാകുന്ന ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യാനാണ്, എന്ത് പഠിക്കാനാണ്, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാനാണ്? ഈ LDC പരീക്ഷയുടെ ഒരു എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ചോദ്യം ഇങ്ങനെ ആയിരുന്നു. എൻ്റെ ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ്, all the sessions of the Constituent Assembly was very transparent. ഇതായിരുന്നു ചോദ്യം. ഇതിൻ്റെ മലയാളം വരേണ്ടത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ മലയാളം വരേണ്ടത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമായിരുന്നു എന്നാണ്. പക്ഷെ വന്ന മലയാളം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ എല്ലാ യോഗങ്ങളും എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിലായിരുന്നു എന്ന്. നോക്കണേ, ട്രാൻസ്പെറൻ്റ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന തർജ്ജിമയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് വീണ്ടും കൂനിന്മേൽ കുരുവാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇനി എന്താണ് ഇതിന് പരിഹാരം? നാം എന്താണ് ചെയ്യേണ്ടത്? പ്രശ്നമുണ്ടെന്നുള്ളത് വ്യക്തമായി. ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് ചോദ്യമാതൃകയിൽ ഉണ്ടെന്ന് മനസ്സിലായി. നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും? പ്രിയ ഉദ്യോഗാർത്ഥികളെ, സിമ്പിളായിട്ട് ഞാൻ പറയാം. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു, കാണാതെ പഠനത്തിൻ്റെ കാലം അവസാനിച്ചു. പിന്നെ എങ്ങനെ പഠിക്കുമെന്നാണോ? മനസ്സിലാക്കി പഠിക്കണം. കൺസെപ്റ്റുകളെ മനസ്സിലാക്കണം. ഓരോ ടോപ്പിക്കുകളെയും കൃത്യമായി വിലയിരുത്താൻ കഴിയണം. ഉദാഹരണത്തിന് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതാണ് ഈ എന്താ പറയുക, റിവോൾട്ട് ഓഫ് 1857, 1857 വിപ്ലവം. നിങ്ങൾ പഠിക്കുന്നൊരു ടോപ്പിക്കാണ്. ഇത് പഠിക്കുമ്പോൾ ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട ഡേറ്റ് എന്ന് രക്തസാക്ഷി മംഗൾപാണ്ഡെ മീററ്റ് എന്ന് പഠിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഈ പ്രക്ഷോഭം ഉണ്ടായത്, ഇതുണ്ടാകുന്ന സമയത്ത് ഇന്ത്യൻ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു, ഈ വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെന്റ് നോക്കിക്കണ്ടത് എങ്ങനെയാണ്, ഇതിൻ്റെ ഉത്ഭവം എവിടെയായിരുന്നു, ആ ഉത്ഭവത്തിനുള്ള കാരണം എന്താണ്, ഇതിനെക്കുറിച്ച് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ലിറ്റററി ഫിഗേഴ്സ്, ഹിസ്റ്റോറിയൻസ് പറഞ്ഞ കമൻ്റ് എന്താണ്, ഇങ്ങനെ നോക്കിക്കാണുന്ന പഠനത്തിലേക്ക് നിങ്ങൾ പോകണം എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? സമയമെടുക്കും. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വിശാലമായ പഠനമായി. ഇതിനേക്കാൾ പ്രാധാന്യം ഇനി പറയാൻ പോകുന്നതാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുക. എല്ലാ ടോപ്പിക്കും ഭരണഘടന പഠിക്കുകയാണ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് നിങ്ങൾ പഠിക്കാമെന്ന് കരുതുക. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നറിയപ്പെടുന്നത് ബേസിക്കലി ഒരു എന്തായിരുന്നു ആദ്യം അറിയണം. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ള ആവശ്യം ഇന്ത്യക്കാർ ആവശ്യപ്പെട്ടു തുടങ്ങിയത് എന്ന് മുതൽ? ഇതാദ്യമായി ഡിമാൻഡ് ചെയ്തത് ഏത് INC സമ്മേളനം? ഇത് അപ്രൂവ് ചെയ്തത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ യോഗം ഏത് ഹാളിലാണ് കൂടിയിരുന്നത്? ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? അവരെത്ര സമ്മേളനങ്ങൾ ചേർന്നു? പ്രോമിനൻ്റ് ലീഡേഴ്സ് ആരല്ല? അവർ മുന്നോട്ട് വെച്ച റെസൊല്യൂഷൻസ്. ഇങ്ങനെ നമ്മൾ പോവുകയാണ്. ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പഠിക്കുക? ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? തീർന്നു നമ്മുടെ പഠനം. ആദ്യ സമ്മേളനം എന്നാണ് താൽക്കാലിക പ്രസിഡന്റ് സച്ചിദാനന്ദ സിൻഹ, സ്ഥിരം പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്. തീർന്നില്ലേ നമ്മുടെ പരിപാടി? ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് ഇലക്ഷൻ നടന്നിരുന്നു എന്നും അറിയാത്തവരുണ്ട്. ആ ഇലക്ഷൻ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല എന്നറിയാത്തവരുണ്ട്.
ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം പ്രകാരമാണ് നടന്നത് എന്നറിയാത്തവരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇങ്ങനെയുള്ള പഠനത്തിലേക്ക് നമ്മൾ മാറുക. ഇനി ഇതെല്ലാം പഠിച്ചാലും ഞാൻ ഇപ്പോഴും പറയുന്നു, വള്ളി പുള്ളി തെറ്റാതെ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്ക്, ഞാൻ കോമൺ ജിക്കെയുടെ കാര്യമാണേ പറയുക, പഠിക്കുന്ന ഒരു ടോപ്പിക്ക്, പഠിച്ച് മനസ്സിലാക്കിയ ഒരു ടോപ്പിക്ക് അതുപോലെ PSC ചോദിക്കണമെന്ന ഒരു നിർബന്ധവുമില്ല, പ്രത്യേകിച്ച് ഇനിയുള്ള കാലം. നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു, ക്യാപ്സൂൾ പരുവത്തിന് ഒരു ചോദ്യം ഒരു ഉത്തരം, അല്ലേ? ചിലരൊക്കെ പറയാറുണ്ട് ഈ ക്ലാസ് മാത്രം നിങ്ങൾ കണ്ടിട്ട് പോകൂ. ഇപ്പം എന്താ ഈ 2 പരീക്ഷയ്ക്ക് ആരും അങ്ങനെ അവകാശപ്പെടാത്തത്? വലിയ ആവേശമൊന്നും കാണുന്നില്ലല്ലോ ആർക്കും. ചോദ്യങ്ങൾ ആൻസർ ഡിസ്കഷൻ വരുമ്പോഴും ആരും ഇത് പരിശോധിക്കുന്നില്ലല്ലോ. എന്താ കാര്യം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ സെൻറ്ററിൽ പഠിക്കുന്നവർക്ക് മാത്രമാണ് ഇത്, ഇത്രയും കണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളുടെ റാങ്ക് ഫെയിൽ കണ്ടോ, ഈ റാങ്ക് ഫെയിൽ പഠിക്കുന്നവർക്ക് പൂർണ്ണ മാർക്ക്, ഫുൾ മാർക്ക് എന്നൊക്കെ പറയും. ഇപ്പം എന്താ ആരും മിണ്ടുന്നില്ലല്ലോ? 2 സ്ട്രീം പ്രധാനപ്പെട്ട ഡിഗ്രി ലെവലിൻ്റെ സ്ട്രീമുകളൊക്കെ കഴിഞ്ഞല്ലോ. എന്താ ആരും മിണ്ടാത്തത്? ഇതാണ് ഉദ്യോഗാർത്ഥികളെ. അപ്പോൾ ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ആരെയും വിമർശിക്കാനും ഞാൻ ഈ വീഡിയോയിൽ വേദിയാക്കുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം ഒന്നുണ്ട്, അത് ആരെങ്കിലും തുറന്നു പറയാൻ തയ്യാറാകണം. നിങ്ങളെങ്കിലും ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി എന്താണ് പരിഹാരമെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞു, പഠന രീതികളിൽ നിങ്ങൾ ഇങ്ങനൊരു മാറ്റം കൊണ്ടുവരിക. നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക, ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി പഠിക്കുന്നിടത്ത് നിങ്ങൾ പകുതി വിജയിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഞാൻ പറയട്ടെ. സത്യത്തിൽ ഈ ഒരു ചോദ്യ മാതൃക ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ ഈസിയായി മാറണം, ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരാളിന്. കാരണം ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാ എങ്കിലും ഓപ്ഷനുകൾ മാത്രം നോക്കി ഒരാളിന് ഉത്തരം ശരിയാക്കാൻ കഴിയുന്ന നിരവധി ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ ഉറപ്പ് പറയുകയാണ്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങളുടെ സിലബസിലെ ഇന്ത്യൻ ഭരണഘടന, അതുപോലെ തന്നെ സിവിക്സ്, അതുപോലെ ഇക്കണോമിക്സ്, ഹിസ്റ്ററി എന്നീ ടോപ്പിക്കുകളെല്ലാം, സ്പെഷ്യൽ ടോപ്പിക്ക് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. ഈ ടോപ്പിക്കുകളെല്ലാം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യമാണ് നിങ്ങളോട് പറയുക. ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും കമ്പാരിസൺ നടത്തി, അത്യാവശ്യം അനാലിസിസ് നടത്തി, അനലിറ്റിക്കൽ കേപ്പബിലിറ്റി ഉള്ള ഒരാളിന് കൃത്യമായി ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ഞാൻ 2 ഉദാഹരണങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ കാണുന്ന ചോദ്യം 1ാം ഘട്ട പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. ഇംഗ്ലീഷ് ചോദ്യത്തിൻ്റെ തർജ്ജമയാണ്. ഒറിജിനൽ ഇംഗ്ലീഷ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകൃത പ്രാധാന്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ, ഇത് ബഡ്ജറ്റ് വിഹിതം കുറയ്ക്കുന്നു. ഓപ്ഷൻ ബി, ഇത് പ്രാദേശിക ഉത്തരവാദിത്തവും ആസൂത്രണവും മെച്ചപ്പെടുത്തുന്നു. ഓപ്ഷൻ സി, ഇത് ഭരണപരമായ മേൽനോട്ടം പരിമിതപ്പെടുത്തുന്നു. ഓപ്ഷൻ ഡി, ഇത് ജുഡീഷ്യൽ പരിശോധന ഒഴിവാക്കുന്നു. നോക്കണേ, ഇത് ഗ്രാമീണ തൊഴിൽ പരിപാടികളെക്കുറിച്ച് കേൾക്കാത്തവരല്ല. നിങ്ങളുടെ സിലബസിലുള്ള സിവിക്സിൻ്റെ ഒരു ചോദ്യമാണ്. തൊഴിലും ജോലിയും, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലേബർ എന്ന ടോപ്പിക്കിലെ ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ കണ്ടത്. മനസ്സിലായോ? അതായത് ഈ പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടിയിട്ടും തൊഴിലില്ലായ്മ പരിഹരിക്കാനും വേണ്ടിയിട്ടും കൊണ്ടുവന്ന കുറേയേറെ പ്രോഗ്രാമുകളുണ്ട്. നിങ്ങൾക്കറിയാം, ഞാനതിലേക്കൊന്നും പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട MGNREGP, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം നമുക്കറിയാം. ഈ പദ്ധതി ഉൾപ്പെടെ കൊണ്ടുവന്നതിൻ്റെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദ്യം. ഇത്ര സമയമൊന്നും വേണ്ട. വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ. എന്താണ്? ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നോക്കിയാൽ ബഡ്ജറ്റ് വിഹിതം കുറയ്ക്കുന്നു. ഒരിക്കലും ശരിയല്ല. കാരണം ബഡ്ജറ്റ് വിഹിതവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വികേന്ദ്രീകരണമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു ഗ്രാമീണ തൊഴിൽ പദ്ധതി പ്രഖ്യാപിച്ചാൽ അപ്പോഴേ ബഡ്ജറ്റ് വിഹിതം പ്രഖ്യാപിക്കുന്നു. അതിൽ പിന്നെ കൂട്ടാനും കുറയ്ക്കാനും ഒന്നുമില്ല. 2, പ്രാദേശിക ഉത്തരവാദിത്വവും ആസൂത്രണവും വെച്ചു. ആദ്യം തന്നെ ഡീസെൻട്രലൈസേഷൻ എന്നത് ഇന്ത്യൻ ഡെമോക്രാറ്റിക് കൺസെപ്റ്റിൽ ഒരു മെറിറ്റാണോ മെറിറ്റാണോ ഡിമെറിറ്റാണോ? എന്താണ് അഭിപ്രായം? അധികാര വികേന്ദ്രീകരണം നല്ലതാണോ മോശമാണോ? ഏത് ആസ്പെക്റ്റിൽ നോക്കിയാലും നല്ലത് തന്നെയാണ്. ആണല്ലോ. സാധാരണക്കാരിലേക്ക് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ഗവൺമെൻറ് നയങ്ങളും ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങളും എത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് ഡീസെൻട്രലൈസേഷൻ. നമ്മുടെ 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത്,
നഗരപാലിക ഇൻസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളൊക്കെ തന്നെ ഇതിൻ്റെ ഇടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മെറിറ്റാണ് വരേണ്ടത്. അങ്ങനെ നോക്കിയാലും ഈ നോക്കുന്ന ACD മൂന്നും എല്ലാം ഡീമെറിറ്റുകളാണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇവിടെ ഒറ്റ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, അത് ഓപ്ഷൻ ബി ആണ്. അതാണ് ശരി. ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ ചിന്തിക്കാം. ഇനി അല്ലെങ്കിൽ നോക്കിക്കേ, മറ്റുള്ള ഓപ്ഷനിലേക്ക് നോക്കിക്കേ. ഭരണപരമായ മേൽനോട്ടം പരിമിതപ്പെടുത്തുന്നു. അതായത് ഡീസെൻട്രലൈസേഷൻ്റെ ഒരു നേട്ടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഭരണപരമായ മേൽനോട്ടം കൂടുതൽ കാര്യക്ഷമമാകുകയാണ് ചെയ്യുന്നത് ഡീസെൻട്രലൈസേഷനോട്, അല്ലേ? ഇപ്പം സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതി, അത് പഞ്ചായത്തുകളിലൂടെയാണ് നടപ്പിലാക്കുന്നതെങ്കിൽ കൂടുതൽ ഭരണപരമായ മേൽനോട്ടം വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്? ആണോ ഇല്ലയോ? അതോ കുറയുകയാണോ? വർദ്ധിക്കുകയാണ്. അപ്പോൾ അത് തെറ്റാണ്, നേരെ ഓപ്പോസിറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നാലാമത് നോക്കിയേ, ജുഡീഷ്യൽ പരിശോധന ഒഴിവാക്കുന്നു. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നതുമായിട്ട് ഇതിന് അധികാര വികേന്ദ്രീകരണത്തിന് യാതൊരു ബന്ധവുമില്ല. ജുഡീഷ്യൽ റിവ്യൂക്ക് അധികാര വികേന്ദ്രീകരണമോ വികേന്ദ്രീകരണം ഇല്ലായ്മയോ തടസ്സവുമാകുന്നില്ല. ഉദാഹരണത്തിന് ജുഡീഷ്യൽ റിവ്യൂ ഭരണപരമായ കാര്യങ്ങളിലും സാധ്യമാണ്. അത് ജുഡീഷ്യൽ മാറ്റേഴ്സിൽ മാത്രമല്ല, പക്ഷേ അതിന് ഡീസെൻട്രലൈസേഷൻ ഒന്നും ഒരു തടസ്സമേ അല്ല. നിങ്ങൾ കേട്ട് കാണില്ലേ, തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാൻ എന്ന് കേട്ടിട്ടില്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭരണപരമായ പരാതികൾ പരിഹരിക്കാനുള്ള ഒരു ജുഡീഷ്യൽ സ്ഥാപനമാണ്. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂവിന് അതൊന്നും ഒരു തടസ്സമല്ല. അതുകൊണ്ട് ശരി ഉത്തരം, പ്രാദേശിക ഉത്തരവാദിത്വവും ആസൂത്രണവും മെച്ചപ്പെടുത്തുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് അത്യാവശ്യം ഈ ടോപ്പിക്ക് അറിയാത്ത ഒരാളിന് പോലും ഓപ്ഷൻ, ഞാൻ ഇത്രയും വിശദീകരിക്കുന്നത് എല്ലാവർക്കും കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഐഡിയ ഉള്ള ഒരാളിന് നിമിഷ നേരം കൊണ്ട് ഈ ഉത്തരം എഴുതാൻ കഴിയുന്നതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, ചോദ്യങ്ങളെ പരിചയപ്പെടുക, സ്റ്റേറ്റ്മെൻറ്റുകൾ സ്വയം ഉണ്ടാക്കണം. നിങ്ങളുടെ കൂട്ടായ്മയിൽ എല്ലാ ദിവസവും കമ്പൈൻ സ്റ്റഡിക്ക് ഇരിക്കുന്നവരും ഗ്രൂപ്പ് സ്റ്റഡിയിലുള്ളവരും എല്ലാം തന്നെ ഓരോ ടോപ്പിക്കിൻ്റെ 10 സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ ശീലിച്ചു നോക്കൂ. നിങ്ങൾ സ്വയം മാറും. അല്ലാതെ കാണാതെ വണ്ണത്തിൻ്റെ പടുകുടിയിൽ നിന്ന് പ്രിയ ഉദ്യോഗാർത്ഥികൾ, ഞാൻ തീർന്നില്ല, ഒരു അടുത്ത സ്റ്റേജിൻ്റെ ഉദാഹരണം കൂടി കാണിച്ചു തരാം. ഇത് ഡിഗ്രി ലെവലിൻ്റെ ഭരണഘടന എന്ന ടോപ്പിക്കിൽ നിന്ന്, ഭരണഘടന ആൻഡ് സിവിക്സ് രണ്ടിൻ്റെയും ഒരു ടോപ്പിക്കിലുള്ള ഒരു ഭാഗമാണ് ഈ ചോദ്യം. അതായത് സ്റ്റേജ് 2, 2ാം സ്റ്റേജിൽ നടന്ന ഒരു ചോദ്യമാണ് ഈ കാണുന്നത്. ചോദ്യം ഇതാണ്: മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിർണായകമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ, ഇത് വേഗത്തിലുള്ള നീതി ഉറപ്പാക്കുന്നു. ബി, ഇത് എക്സിക്യൂട്ടീവ് ഇടപെടലിനെ തടയുന്നു. സി, ഇത് നിയമനിർമ്മാണ അധികാരം വർദ്ധിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി, ഭരണപരമായ അധികാരം കേന്ദ്രീകരിക്കുന്നു. നോക്കൂ ഉദ്യോഗാർത്ഥികളെ, മൗലികാവകാശങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ജുഡീഷ്യറിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. രണ്ടും കൂടി ചേർന്നൊരു ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത്. അതായത് ഈ നമ്മൾ സാധാരണ കാണാൻ പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഈ ചോദ്യം കൺഫ്യൂസിങ് ആണ്. ഇതെന്താണ് ശരി, ഇത് അതാണോ ഇതാണോ എന്നൊക്കെ ചിന്തിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജുഡീഷ്യറി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അതിനകത്ത് ഈ പറയപ്പെട്ട ജുഡീഷ്യൽ സ്വാതന്ത്ര്യം ഒന്നും പറയുന്നില്ല. ഇൻഡിപെൻഡൻസി ഓഫ് ജുഡീഷ്യറി ഓർ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്, അമേരിക്കൻ ഭരണഘടന. അപ്പോൾ എന്തോ വ്യത്യാസമില്ലേ? സാധാരണ ജുഡീഷ്യറിയും ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന്, സാധാരണ ഒരു ജുഡീഷ്യറി, അത് രാജഭരണകാലം തൊട്ട് ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ മുകളിൽ ഈ പറയപ്പെട്ട ഭരണപരമായ വിഭാഗം, അതിനെ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കും, കാര്യനിർവഹണ വിഭാഗം, അതിൻ്റെ നിയന്ത്രണം ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ പല നിയമങ്ങൾ, ഇപ്പോൾ ഹമുറാബീസ് കോഡ് കേട്ടിട്ടില്ലേ? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഐ ഫോർ ആൻ ഐ, ടൂത്ത് ഫോർ എ ടൂത്ത്. പക്ഷെ അപ്പോഴും അവിടുത്തെ ഭരണാധികാരി ആരാണ്? രാജാവ്. രാജാവിൻ്റെ ശാസനം, രാജാവിന് ഇടപെടലുണ്ട്. നമ്മൾ ബാഹുബലി സിനിമയിലെല്ലാം കണ്ടിട്ടില്ലേ? രാജമാതയുടെ ഉത്തരവാണ് നിയമത്തിന് മുകളിലുള്ളത് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അത്തരം ഗവൺമെൻറ്റിൻ്റെയോ എക്സിക്യൂട്ടീവിൻ്റെയോ ഭരണകർത്താക്കളുടെയോ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെയോ യാതൊരു ഇടപെടലുമില്ലാതെ തികച്ചും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന, ജഡ്ജിമാർക്ക് നിർഭയമായി ആർക്കെതിരെ എന്ത് വിധിയും പുറപ്പെടുവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ജുഡീഷ്യറിയെ മാത്രമേ എന്ത് വിളിക്കൂ? ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇന്ത്യയിൽ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ട്, ശരിയല്ലേ? നമ്മുടെ ഒരു
കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിന് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും തീർച്ചയായിട്ടും വിളിച്ചിട്ട് കൃത്യമായിട്ട് പോയി ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണ് അവിടെ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കണം ഉദ്യോഗാർത്ഥികളെ, നമ്മൾ ഈ പറയപ്പെട്ട ഇവിടുത്തെ ചോദ്യം തന്നെ, മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിന് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിർണായകമായിരിക്കുന്നത് എന്തുകൊണ്ടെന്നാണ്. അതായത് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? അങ്ങനെ ചിന്തിച്ചാലും പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആരായിരിക്കും? സുപ്രീം കോടതിയാണ്. ശരിയല്ലേ? അപ്പോൾ താഴേക്ക് നോക്കുക. ജുഡീഷ്യറിയുടെ ഏറ്റവും അനുയോജ്യമായ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും നിർണായകമായത് ബി ആണെന്ന് കണ്ടെത്താം. എക്സിക്യൂട്ടീവിൻ്റെ ഇടപെടലിനെ തടയുന്നു. ശരിയല്ലേ? അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്താണെന്ന് മാത്രം അറിയുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സിമ്പിളായിട്ട് ഇത് എഴുതാം. ഇനി അല്ലെങ്കിൽ തന്നെ നോക്കിക്കേ, ഇത് വേഗത്തിലുള്ള നീതി ഉറപ്പാക്കുന്നു. നീതി വേഗത്തിലാക്കാനോ വേഗത കുറയ്ക്കാനോ ഈ പറയപ്പെട്ട ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ബാധകമല്ല, നമുക്കറിയാം. ഇനി നിയമനിർമ്മാണ അധികാരം വർദ്ധിപ്പിക്കുന്നു. ഇത് തെറ്റാണ്. കാരണം നിയമനിർമ്മാണ അധികാരമേ ഇല്ലാത്ത ഗവൺമെൻറ് ഘടകമാണ് ജുഡീഷ്യറി. നിയമനിർമ്മാണ അധികാരമുള്ള ഗവൺമെൻറ്റിൻ്റെ ഘടകത്തെ എന്ത് വിളിക്കും നമ്മൾ? ലെജിസ്ലേച്ചർ. ഇന്ത്യയിലാണെങ്കിൽ അതിനെ പാർലമെൻ്റ് എന്ന് വിളിക്കും, അല്ലേ? നിയമനിർമ്മാണ സഭ. ഇനി ഭരണഘടനാ അധികാരം കേന്ദ്രീകരിക്കുന്നു. ഭരണഘടനാ അധികാരം ഒരിക്കലും കേന്ദ്രീകരിക്കുന്നില്ല, പ്രത്യേകിച്ച് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ആണ് പറയുക, അധികാര അല്ലേ? ഹയറാർക്കിക്കൽ ഓർഡർ അല്ലേ? ഏറ്റവും മുകളിലായിട്ട് സുപ്രീം കോടതി, താഴെ ഹൈക്കോടതി, തൊട്ട് താഴെ ജില്ലാ കോടതി, സബ് കോടതി, മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി, ഇങ്ങനെ കിടക്കുകയല്ലേ നമ്മുടെ ജുഡീഷ്യൽ ഹയറാർക്കിക്കൽ സിസ്റ്റം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നോക്കിയാലും മറ്റ് കമ്പാരിസൺ ചെയ്താലും ഓപ്ഷൻ ബി ഇവിടെ ശരിയാണെന്ന് മനസ്സിലാകും. ഞാൻ മനസ്സിലാവുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഞാനീ പറഞ്ഞതൊന്ന് മനസ്സിരുത്തി മനസ്സിലാക്കണം. പഠന രീതികൾ മാറ്റണം, ഗിയറൊന്ന് മാറ്റുക, നന്നായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ പേടിക്കണ്ട, പിന്തിരിഞ്ഞു പോകരുത്. പിന്നെ ഒരു കാര്യം പറയാം, ഈ ചോദ്യങ്ങൾ എഴുതിയ 99% ഉദ്യോഗാർത്ഥികൾക്കും ഏതാണ്ട് നിങ്ങളുടെ അതേ മാനസികാവസ്ഥ തന്നെയാണ്. കുറച്ച് വിഭാഗം ആളുകൾ മാത്രം, സിവിൽ സർവീസ് നിലവാരത്തിലൊക്കെ മാറി പോകുന്നവർക്ക് മാത്രമാണ് ഇതെല്ലാം വളരെ ഈസി ആയിട്ട് വന്നത് എന്ന് കരുതി ആശ്വസിക്കേണ്ട. പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും. ഇപ്പോൾ 1-2 ഈ വർഷം കൂടിയൊക്കെ കുറച്ചൊക്കെ പരീക്ഷകൾ ഇങ്ങനെ പഴയ മോഡലിലൊക്കെ കുറച്ചൊക്കെ വരും. ക്വസ്റ്റ്യൻസ് ഇനിയും അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ പരമ്പരാഗത രീതി തന്നെ വന്നിരിക്കും. പക്ഷേ നമ്മൾ മാറേണ്ട കാലം അതിക്രമിച്ചു എന്ന് മനസ്സിലാക്കുക. പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നും ഉപകാരപ്രദമായി എന്നും ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ, ഈ ഏറ്റവും റീസെൻ്റ് എക്സാമുകൾക്ക് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് വന്നത്, ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് പഠിക്കണമെന്നും ഓരോ ടോപ്പിക്കും സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാക്കാൻ സഹായകരമാകുന്ന ഒരു സെഷനുമായി തൊട്ടടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ശുഭസായാഹ്നം. Thank you all of you. Bye.